ഇന്ന് വരെ നമുക്ക് ബീഫ് എല്ല് കറി നല്ലപോലെ ചാറ് ആക്കി ഒരു കറി കൊണ്ട് വെക്കാം. അതിനുവേണ്ടി 1/2 കിലോ ബീഫ് നല്ലപോലെ കഴുകി റെഡിയാക്കി കൊണ്ട് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. എല്ലും കൂടെ ഉള്ള പീസാണ് കേട്ടില്ലേ. എല്ലും ഇറച്ചിയും കൂടാണ് ഇത് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ചെറിയ 2 സവാളയും പിന്നെ 15 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, 3 തണ്ട് കറിവേപ്പില, ഒരു തക്കാളിയുടെ പകുതി, പിന്നെ 3-4 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത്. ഇനി ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് കൊണ്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് അരമുറി നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, എരിവ് നമ്മൾ തീരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഈ കറിക്ക്, ഒരൽപ്പം കുരുമുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 2 നുള്ള് പെരിഞ്ചീരകം, ഒരൽപ്പം ഗരം മസാല, 1 സ്പൂണ് വെളിച്ചെണ്ണ, അല്പം വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും അവിടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കണം. എല്ലാ ചേരുവകളും ആ ബീഫിൽ അങ്ങോട്ട് പിടിക്കത്തക്ക രീതിയിൽ അങ്ങനെ നല്ലപോലെ ഇളക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അങ്ങോട്ട് ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ തീയൊക്കെ അങ്ങോട്ട് കത്തിച്ചുകൊണ്ട് വെക്കുന്നുള്ളൂ. 10 മിനിറ്റ് ഇരുന്ന് ആ എല്ലാ ചേരുവകളും നമ്മുടെ ബീഫിൽ പിടിക്കട്ടെ. നമ്മുടെ ബീഫൊക്കെ നമ്മൾ നല്ല മസാല എല്ലാം കൂടെ തേച്ച് വെച്ചിട്ട് 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ അങ്ങോട്ട് കത്തിച്ച് ഒരു മീഡിയം ഫ്ലെയിം നല്ലപോലെ വേവിച്ചുകൊണ്ടെടുക്കാം. ബീഫിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ വേവിച്ചിട്ട് ലാസ്റ്റിൽ കടുക് കൊണ്ട് താളിച്ച് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബീഫ് എല്ല് കറി ഇവിടെ റെഡിയാകും. നമ്മൾ തീ മാറ്റിച്ചു കൊടുക്കാം. ബീഫൊക്കെ വെച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. എല്ലാം നല്ലപോലെ തിളച്ചൊന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇളക്കി ഒന്ന് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബീഫൊന്ന് തുറന്നു നോക്കാം. എല്ലാം നല്ലപോലെ തിളച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് അല്പം വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ബീഫൊക്കെ എല്ലും കൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു വേവുകയും വേണം. പിന്നെ ചാറും നമുക്ക് ആവശ്യമാണ്. അതനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരു 1.25 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി അടച്ച് വെച്ച് നല്ലപോലെ നമുക്ക് വേവിക്കണം. എന്നാലും നമ്മുടെ എല്ലും ബീഫൊക്കെ എന്തുമായിട്ട് നമുക്ക് തുറന്നു നോക്കാം. എല്ലാം നല്ലപോലെ വെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പൊക്കെ എന്തെങ്കിലും ഉണ്ട്. നമുക്കിനി ഒരു കഷ്ണം എടുത്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കഷ്ണവും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഇതുപോലെ അങ്ങോട്ട് വെച്ചിട്ട് ഇതിലേക്ക് നമുക്കിനി കടുക് അങ്ങോട്ട് താളിച്ച് ചേർക്കണം. കടുകും അല്പം ഉലുവയും അല്പം ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചോണ്ട് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കിടലിനായിട്ടുള്ള ബീഫ് എല്ലും കറി വെച്ചിട്ട് റെഡിയാവും. ഒരു 5 മിനിറ്റ് കൂടെ അങ്ങോട്ട് വെക്കാം. ഇനി നമ്മുടെ ബീഫിലേക്ക് അവസാന ചേരുവയായിട്ടുള്ള കടുക്, ഉലുവ, ചുമന്നുള്ളി, കറിവേപ്പില താളിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേന് ബീഫ് എല്ല് കറി ഇവിടെ റെഡിയാവും. ഇനി നമുക്ക് തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇനി ഇവനൊരു 1/2 മണിക്കൂർ മതി.
എല്ലാ ചേരുവകളും നമ്മുടെ കഷ്ണത്തിലൊക്കെ കൊണ്ട് പിടിച്ച് റെഡിയായി. ഗ്രേവിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒഴിച്ച് ചോറൊക്കെ അവിടെ കഴിക്കാൻ വേണ്ടി പ്രത്യേക ടേസ്റ്റായിരിക്കും. ചോറ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചില ചാറോടുകൂടി തയ്യാറാക്കിയത്. അന്നേരം നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ തണുത്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഏകദേശം 1/4 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ എടുത്ത് ഇവനെ ഇവിടെ കഴിക്കണം.